നാം പാപത്തിലൂടെ ദൈവത്തിൽ നിന്ന് അകന്നു മാറിയപ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിച്ചിരുന്ന ജീവൻ അനുസരണക്കേടിലൂടെ മനുഷ്യന്റെ ജീവിതത്തിൽ മരണമായി ഭവിക്കുവാനിടയായി. ദൈവത്തിന്റെ മുമ്പിൽ നാം അനുസരണക്കേട് കാണിക്കുമ്പോൾ ദൈവം അനുസരിക്കാൻ പറഞ്ഞ കാര്യം നാം അനുസരിക്കാതിരിക്കുമ്പോൾ അതിന്റെ ഫലം മരണമാണ്. നാം ദൈവത്തിൽ നിന്നും അകലുവാനിടയായി. നാം ദൈവത്തിൽ നിന്നും അകലും തോറും നാം മരണത്തിൽ നിന്നും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം മരണത്തിന്റെ അധികാരി മനുഷ്യനെ വേട്ടയാടുവാനിടയാകുന്നു. ദൈവസ്വരൂപത്തിൽ സൃഷ്ടിച്ച നാം ദൈവത്തിന്റെ സ്നേഹത്തിൽ സൃഷ്ടിക്കപ്പെട്ട നാം ദൈവത്തിന്റെ ചിന്തയിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഉണ്ടാക്കിയ നമ്മെ ദൈവ ഇഷ്ടത്തിന് പകരം ദൈവത്തിന്റെ ചിന്തയ്ക്ക് വിരോധമായി ഇന്ന് മനുഷ്യൻ അധികം പാപത്തിൽ നിന്നും അധികം പാപം ചെയ്യുവാൻ ദൈവത്തെ മറന്ന് പാപത്തെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. സൃഷ്ടാവിനെ മറക്കുക, സൃഷ്ടാവിനെ പിതാവായ ദൈവത്തെ നാം മറക്കുന്ന ഒരു അനുഭവമാണ്. പക്ഷെ മലയാളത്തിൽ പറഞ്ഞ ദൈവമുണ്ടോ? ദൈവം ഇതൊന്നും കാണുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് പാപമെന്ന വഴി തിരഞ്ഞെടുത്ത് പാപമെന്ന ലഹരിക്ക് അടിമയായി അവനവനെ മറന്ന് ലോകത്തിൽ ഈ ലോകത്തിന്റെ അധികാരിയായ പിശാചിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നാം നശിക്കുമ്പോൾ വേദനിക്കുന്ന ഒരു ഹൃദയമുണ്ട്. മനുഷ്യൻ നശിക്കുവാൻ വേണ്ടിയല്ല ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. ഒരു നല്ല പിതാവ്, ഒരു മാതാവ് തന്റെ കുഞ്ഞ് നഷ്ടമായി പോകുമ്പോൾ ആ മാതാവിന്റെയും പിതാവിന്റെ ഹൃദയത്തിൽ എന്തുമാത്രം വേദനയായിരിക്കും, എന്തുമാത്രം ദുഃഖമുണ്ടായിരിക്കും. നാം നൊന്തു പ്രസവിച്ച നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മെ അനുസരിക്കാതിരിക്കുമ്പോൾ, അനുസരണക്കേടിലൂടെ വഴിയെറ്റി പാപലഹരിയിൽ അടിമപ്പെട്ട് ജീവിക്കുമ്പോൾ ജഡത്തിലുള്ള ഒരു പിതാവിനും മാതാവിന് എത്രയധികമാണ് ദുഃഖം കടന്നു വരുന്നത്. ഒരു ജഡത്തിലെ പിതാവിന് മാതാവിന് അങ്ങനെ ദുഃഖം വരുന്നു എങ്കിൽ
അമ്മയെ അറിയുന്നതിന് മുമ്പേ, ലോകം അറിയുന്നതിന് മുമ്പേ ഒരമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയ സ്വന്തം സാദൃശ്യപ്രകാരം മെടഞ്ഞ് നമ്മെ ഈ മണ്ണിലേക്ക് അയച്ച സൃഷ്ടാവായ ദൈവം നാം ദൈവത്തെ അനുസരിക്കാതിരിക്കുമ്പോൾ, നാം പാപത്തിൽ ജീവിക്കുമ്പോൾ, നാം മരണത്തിന്റെ അധികാരിയെ പ്രസാദിപ്പിക്കുമ്പോൾ നമ്മെക്കുറിച്ച് എത്ര അധികമാണ് ദൈവം വേദനിക്കുവാനിടയാകുന്നത്. പ്രിയ കുഞ്ഞേ, നീ ദൈവത്തെ സ്നേഹിച്ചില്ല, ദൈവം നിന്നെയാണ് സ്നേഹിച്ചത്. ഇന്നും ദൈവം നിന്നെ തേടി വരുന്നു. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചാണ്, ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന, ദൈവത്തിന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന സന്ദേശമാണ് സുവിശേഷം. ഈ സുവിശേഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തു മുഖാന്തരം ആരാണ്? ക്രിസ്തു ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ്. ഒന്ന് യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, തന്റെ പുത്രൻ മുഖാന്തരം നാം ജീവിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ മരണത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു ജീവൻ കടന്നു വരികയാണ്. ഇപ്പോൾ മാനവരാശികളുടെ ജീവിതത്തിൽ വാണുകൊണ്ടിരിക്കുന്നത് എന്താണ്? മരണമാണ്. പാപത്തിന്റെ ശമ്പളം മരണം. ആദിമ മനുഷ്യനായ ദൈവമുണ്ടാക്കിയ ആദ്യ മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? മനുഷ്യന്റെ ജീവിതത്തിൽ മരണം കടന്നു വരുവാനിടയായി. മനുഷ്യന്റെ ജീവിതത്തിൽ മരണം കടന്നു വരിക മാത്രമല്ല, മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു മാറുവാനിടയായി, അകലാനിടയായി. അകന്നുപോയ മനുഷ്യന്റെ ജീവിതത്തിൽ വാണുകൊണ്ടിരിക്കുന്നത് മരണമാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് ദൈവത്തിന്റെ അടുക്കൽ അടുക്കാൻ കഴിയത്തില്ല. കാരണം അവന്റെ ജീവിതത്തിലെ പ്രവൃത്തികൾ, മനുഷ്യന്റെ ജീവിതത്തിലെ പ്രവൃത്തികൾ ദൈവത്തിൽ നിന്നും എന്ത് ചെയ്യുക? അകറ്റിക്കൊണ്ടിരിക്കുക. പാപസ്വഭാവം, അസൂയ, കുശുമ്പ്, കുഞ്ഞായ്മ, വെറുക്കുത്ത്, വ്യഭിചാരം, മദ്യപാനം, അധർമ്മത്തിന്റെ പ്രവൃത്തി മുഖാന്തരം നീ ദൈവത്തോട് അടുക്കുകയല്ല ചെയ്യുന്നത്, നീ ദൈവത്തിൽ നിന്നും അകന്നു മാറുവാനാണ് ഇടയാകുന്നത്. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇവിടെ കടന്നു വന്നത് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോടൊന്ന് അടുപ്പിക്കുന്ന സന്ദേശം പറയാനാണ്. നമ്മെ ദൈവത്തോട് അടുപ്പിച്ചത് ദൈവത്തിന്റെ പുത്രനാണ്. അപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം നാം ജീവിക്കേണ്ടത് എവിടെയാ ജീവിക്കുക? യേശുക്രിസ്തുവിനെ ദൈവം നമുക്ക് നൽകിയത് ക്രിസ്തുവിന്റെ മരണത്തിലൂടെ ജീവൻ മനുഷ്യരിൽ പ്രവേശിക്കേണ്ടതിന്. ക്രിസ്തു നൽകിയ ജീവൻ ഒരുവനിൽ പ്രവേശിക്കാൻ ഇടയായില്ലെങ്കിൽ അവന് മരണത്തിന്റെ അപ്പുറം ദൈവത്തോട് ജീവിക്കാൻ കഴിയില്ല.
കുഞ്ഞെ, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തെ കരസ്ഥമാക്കുന്ന ഇടമാണ് ഭൂമി. നീ ദൈവത്തോട് കൂടെയാണ് ജീവിച്ചിരുന്നത്. എന്നാൽ പാപത്തിലൂടെ നീ ദൈവത്തിൽ നിന്നും അകലുവാനിടയായി. വീണ്ടും ദൈവം ഒരു അവസരം തരികയാണ്. ദൈവത്തെ കണ്ടെത്താകുന്ന സമയത്ത് നീ ദൈവത്തെ കണ്ടെത്തുക. ഈ ഉലകത്തിൽ നീ എന്തു തന്നെ നേടിയെന്ന് പറഞ്ഞാലും നിനക്ക് നിന്നെ നേടാൻ കഴിയുന്നുണ്ടോ? നിനക്ക് നിന്നെ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ താൽക്കാലിക ജീവിതം ഒരർത്ഥമില്ലാത്ത ജീവിതം പോലെയാണ്. നാം ക്രിസ്തുവിനെ നേടണം. വേദപുസ്തകം പഠിപ്പിക്കുന്നു, ക്രിസ്തു നമ്മെ നേടി. പക്ഷെ ക്രിസ്തുവിനെ നാം നേടിയോ? നാം ക്രിസ്തുവിനെ നേടുന്നത് പറയും. കാരണം ക്രിസ്തുവിനെ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം ഈ മണ്ണിലെ ജീവിതത്തിന്റെ അവസ്ഥകൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നാം ഈ ലോകത്തിൽ ജീവിച്ചിട്ട് ജീവിച്ചു മരിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ ഇന്ന് പകൽക്കാലം ഈ സത്യസുവിശേഷമായി കടന്നു വരാനുള്ള കാരണം ക്രിസ്തു മുഖാന്തരം ജീവനിൽ പ്രവേശിക്കണം. ക്രിസ്തു മുഖാന്തരം നിത്യമായ ജീവനിലേക്ക് പ്രവേശിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന ഈ ചെറിയ ആയുസ്. നമുക്ക് ലഭിക്കുന്നതെല്ലാം നേടി, നമുക്ക് ലഭിച്ചതെല്ലാം കഴിച്ച്, നമുക്ക് ലഭിച്ച സുഖത്തിനനുസരിച്ച് ജീവിച്ച് നാളെ മരിക്കുമല്ലോ. അല്ല കുഞ്ഞെ, മരണത്തിനപ്പുറം നീ എവിടെ പോകും? ജീവിച്ചിരുന്നപ്പോൾ നിനക്ക് വേണ്ടി ജീവിച്ചു. ജീവിച്ചിരുന്നപ്പോൾ നീ ലോകത്തിന് വേണ്ടി ജീവിച്ചു. പക്ഷെ മരിച്ചു കഴിയുമ്പോൾ നീ എവിടെ പോകും? അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ നീ നിനക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത്, നീ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവനെ ക്രിസ്തുവിന്റെ രാജ്യം, ദൈവത്തിന്റെ രാജ്യം, ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ജീവന്റെ ഉറവിടം ഒരുവരിൽ പ്രവേശിക്കുവാനിടയാകത്തുള്ളൂ. നാം ജീവിക്കേണ്ട യഥാർത്ഥ ജീവിതം ദൈവത്തോടു കൂടെയാണ്. പക്ഷെ അത് ആരംഭിക്കുന്ന ഇടം ഈ ഭൂമിയാണ്. ഈ ലോകത്തോട് നീ പറയണം,
പിശാച് കേക്കെ പറയണം, പാരമ്പര്യത്തിന്റെ ശക്തിയോട് പറയണം, ഇന്നലെ വരെ ഞാനൊരു അടിമയായിരുന്നു, ആ അടിമയിൽ നിന്നും യേശുക്രിസ്തു മുഖാന്തരം എനിക്കൊരു സ്വാതന്ത്ര്യം ദൈവം നൽകി. ഇന്നലെ വരെ ഞാൻ ജീവിച്ചത് പാപത്തിന്റെ അധികാരിക്ക് അനുസരിച്ചാണ്. ദൈവത്തെ വേണ്ട, ലോകത്തെ വേണം. ലോകത്തെ സ്നേഹിച്ച് ലോകം കാണിക്കുന്നത് പോലെ അനുസരിച്ച് ലോകത്തെ നീ അടിമയായി ജീവിച്ചാൽ ലോകത്തിന്റെ അധികാരിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന നരകത്തിലേക്ക് നീ തള്ളപ്പെട്ടു പോകും. നീ ആരെയാണ് അനുസരിക്കുന്നത്? പാപത്തിന്റെ അധികാരിയാണോ? അതോ പാപത്തെ വെറുത്ത് പാപത്തെ ഉപേക്ഷിച്ച് പാപത്തിൽ നിന്നും വീണ്ടെടുത്ത ക്രിസ്തുവിനെയാണോ നീ അനുസരിക്കുന്നത്? ക്രിസ്തുവിനെ നീ അനുസരിച്ചാൽ, ദൈവത്തെ നീ അനുസരിച്ചാൽ ദൈവത്തിന്റെ രാജ്യത്തിൽ, ദൈവത്തിന്റെ കിണ്ടത്തിൽ, ദൈവത്തിന്റെ അടുക്കൽ ദൈവത്തോട് കൂടെ നിത്യതയിൽ ജീവിക്കാനിടയാകും. യേശുക്രിസ്തു മരിച്ചത് അവന്റെ മരണത്തിലൂടെ നീ ദൈവത്തോടു കൂടെ ജീവിക്കാൻ വേണ്ടിയാ. അശുദ്ധി നീക്കി നിന്നെ വിശുദ്ധീകരിച്ചത് പാപമുള്ള രക്തമല്ല, പാപമില്ലാത്ത രക്തമാ. മാറുന്ന മനുഷ്യനെക്കാളും മാറാത്ത തിരുവചനം അനുസരിക്കുഞ്ഞേ. ഇന്ന് പറയുന്ന മനുഷ്യൻ മാറും. ഈ ലോകത്തിൽ മാറുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. മാറുന്ന മനുഷ്യൻ, മാറുന്ന സാഹചര്യം, മാറുന്ന ബന്ധമേ ഈ ലോകത്തുള്ളൂ. എന്നാൽ ഇന്നും മാറാത്ത ഒരു വചനമുണ്ട്. ദൈവത്തിന്റെ തിരുവചനത്തിൽ ഇന്നും മാറ്റമില്ല. അതിന്റെ അർത്ഥം ദൈവത്തിന് മാറ്റമില്ല എന്നല്ലേ? നീ മനുഷ്യനെ അനുസരിക്കുന്നതിനേക്കാളും ദൈവത്തെ അനുസരിക്ക്. പ്രിയ കുഞ്ഞെ, ഒരു പുതിയ ജീവിതം, ഒരു വിലയേറിയ ജീവിതം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. ഞങ്ങൾ ഈ വീടിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന് ഇങ്ങനെ പറയുന്നതിന്റെ കാരണം, ഞങ്ങൾ തിരുവചനത്തിൽ വിശ്വസിക്കുന്നു. ആ തിരുവചനം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ തിരുവചനം പ്രവർത്തിക്കുന്നത് കൊണ്ട്, ആ തിരുവചനത്തിൽ മാറ്റമില്ലാത്തത് കൊണ്ട്, ആ തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇന്ന് സംഭവിക്കുന്നത് കൊണ്ട്, മനുഷ്യ നീ തിരുവചനത്തെ അനുസരിക്കുക. മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നിന്നും മരണമില്ലാത്ത ദൈവത്തിന്റെ രാജ്യത്തിൽ നീ പോകാൻ ഒരുക്കമാണ്. വേദപുസ്തകം പറയുന്നു,
ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, ക്രിസ്തു മുഖാന്തരം ജീവിക്കേണ്ടതിന്, ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് ജീവിക്കേണ്ടതിന്, ക്രിസ്തു മുഖാന്തരം ദൈവരാജ്യത്തിൽ ജീവിക്കേണ്ടതിന് ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന അധർമ്മത്തിന്റെ അധികാരി വാഴുന്ന ദുഷ്ടൻ വാഴുന്ന ഈ ലോകത്തിൽ നിന്നും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നിത്യത എന്ന ദൈവരാജ്യത്തിലേക്ക് ദൈവം നിന്നെ ക്ഷണിക്കുന്നു. നിനക്ക് ആ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹമുണ്ടോ? ആ ദൈവരാജ്യത്തിലേക്ക് ദൈവം നിന്നെ ക്ഷണിക്കുകയാണ്. ദൈവത്തിന്റെ ക്ഷണനക്കത്താണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ആ ക്രിസ്തുവിലൂടെ ദൈവം ഒരു വഴി തുറന്നിട്ടിരിക്കുന്നു. പ്രിയ കുഞ്ഞേ, യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ, പെന്തിക്കോസിൽ വിശ്വസിക്കുന്നവരെന്നല്ല, നീ ക്രിസ്ത്യാനിയായാൽ, പള്ളിയിൽ പോയാൽ, പ്രാർത്ഥിച്ചാൽ, ഇതൊന്നുമല്ല കർത്താവ് പറഞ്ഞത്. എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ മരിച്ചാലും ജീവിക്കും. പ്രാർത്ഥിക്കുന്നുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ദൈവത്തിന്റെ അടുത്താണ്. ചുമ്മാതെ കുഞ്ഞേ, ഈ ലോകത്തിലെ ബന്ധം, ഈ ലോകത്തിലെ ബഹുമാനം, ഈ ലോകത്തിലെ എല്ലാം മരണം കൊണ്ട് അവസാനിക്കുമ്പോൾ, മരണം കൊണ്ട് അവസാനിക്കാത്ത ഒരു ബന്ധമുണ്ട്. അത് സ്വർഗീയ ബന്ധമാണ്. ആ സ്വർഗീയ ബന്ധത്തെ കൂട്ടിയോജിപ്പിക്കുന്ന ഒന്നാണ് കർത്താവായ യേശുക്രിസ്തു. ആ ക്രിസ്തു മുഖാന്തരമല്ലാതെ ആർക്കും ആ രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. തീരുമാനിക്കാം, എന്റെ മരണത്തിനപ്പുറം ഞാൻ ആർക്കൊപ്പം ജീവിക്കും? ദൈവത്തോട് കൂടെയോ അതോ പിശാചിനും അവന്റെ കൂട്ടർക്കും ഒരുക്കി വച്ചിരിക്കുന്ന നിത്യമായ നരകത്തിൽ പിശാചിനോടുകൂടെയാണോ? അത് നീയാണ് തീരുമാനിക്കേണ്ടത്. യഥാർത്ഥമായ വഴി, യഥാർത്ഥമായ ലക്ഷ്യം എടുക്കുക. സർവശക്തനായ ദൈവം ഈ വചനങ്ങളാൽ നിനക്ക് ബുദ്ധി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു.